ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷേക്കുമായിട്ടാണ്. വാട്ടർമെലൺ ഷേക്ക്. അത് പാല് വെച്ചിട്ടല്ല ഇവിടെ ചെയ്യുന്നത്, ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വാട്ടർമെലൺ എല്ലാവർക്കും അറിയാം, അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് നമ്മളെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ വാട്ടർമെലൺ ഒത്തിരി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ ഷേക്കിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് വാട്ടർമെലൺ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർമെലൺ നമ്മൾ ഒരു 2-3 മണിക്കൂറോ മുമ്പേ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്യാതെയോ എങ്ങനെയെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നല്ല തണുപ്പോടെ ആയിരിക്കണം ഈ വാട്ടർമെലൺ നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു 1/3 കപ്പ്, 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കും വാട്ടർമെലൺ പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു മിന്റ് ലീഫ്. അത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഐസ് ക്യൂബ്സ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ബ്ലെൻഡറിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് ചെയ്താലും മതി, മിക്സിയുടെ ജാറിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് വാട്ടർമെലൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ മിന്റ് ലീഫും ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഈ ബ്ലെൻഡ് ചെയ്തെടുത്ത വാട്ടർമെലണിൻ്റെയും മിന്റിലേക്കും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഐസ് ക്യൂബ്സ് നമ്മുടെ തണുപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഐസ് ക്യൂബ്സ്. ഇതിനി ഒരുപാടിട്ടങ്ങ് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് മാത്രം ഒന്ന് അടിക്കുക. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാട്ടർമെലൺ ഷേക്ക്. ഇതിനകത്ത് ഞാനിപ്പം പ്രത്യേകിച്ച് വേറെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം തന്നെ മതി. ഇനി കൂടുതൽ മധുരം വേണം എന്ന ഉള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പം എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.